ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ റിയൽ റിവ്യൂസ് വിത്ത് ഹിതകിരൺ. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഓഫീസ് ചെയറിന്റെ റിയൽ ലോങ് ടൈം റിവ്യൂ ആണ്. സാധാരണ നമ്മൾ യൂട്യൂബിൽ കാണുന്ന റിവ്യൂസ് ഒക്കെ മോസ്റ്റ്ലി അൺബോക്സിംഗ് കഴിഞ്ഞ് ഉടനെ പറയുന്ന ഫസ്റ്റ് ഇംപ്രഷൻസ് ആയിരിക്കും. പക്ഷേ ഇന്നത്തെ വീഡിയോ അങ്ങനെയല്ല. ഈ പ്രോഡക്റ്റ് 2 വർഷം ഉപയോഗിച്ചതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം കേട്ടോ. ആക്ച്വലി ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് 2 വർഷം മുൻപാണ്. അന്ന് ഞാൻ നാട്ടിലോട്ട് പോയ സമയത്ത് എൻ്റെ ഒരു കസിന്റെ വീട്ടിൽ പോയിരുന്നു. ആള് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം സെറ്റപ്പിന് വേണ്ടിയിട്ട് ഒരു ചെയർ മേടിച്ചിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ചേച്ചി ഞാൻ ചെയർ അൺബോക്സ് ചെയ്യാൻ പോകുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ടോ എന്ന്. ഞാൻ യൂട്യൂബ് ചാനലിൽ ഫുൾ ടൈം റിവ്യൂ അല്ല ചെയ്യുന്നെന്നുണ്ടെങ്കിലും പ്രോഡക്ട്സ് റിവ്യൂ ചെയ്യാൻ പേഴ്സണലി എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ആ ചാൻസ് ഞാൻ മിസ് ചെയ്തില്ല. അങ്ങനെ അൺബോക്സിംഗ് മുതൽ അസംബ്ലിംഗ് വരെ മുഴുവൻ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തു. പക്ഷെ അന്ന് തന്നെ റിവ്യൂ അപ്ലോഡ് ചെയ്തില്ല. കാരണം പേഴ്സണലി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്റെ റിയൽ ക്വാളിറ്റി മനസ്സിലാകുന്നത് മന്ത്സ് കഴിഞ്ഞിട്ടാണ്. എസ്പെഷ്യലി ചെയർസ് പോലുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ ആദ്യ ദിവസം കംഫർട്ട് ആയിരിക്കും. പക്ഷെ 6 മന്ത്സ് ഒക്കെ കഴിഞ്ഞാൽ സ്ക്വീക്കിംഗ് തുടങ്ങാം, കുഷൻ ഡൗൺ ആകാം, ബാക്ക് സപ്പോർട്ട് ലൂസ് ആകാം. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഇപ്പോൾ റീസെന്റ് ഞാൻ വീണ്ടും ആളെ വിളിച്ചു ചോദിച്ചു, ചെയർ എങ്ങനെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന്. എക്സ്പീരിയൻസ് അറിയണല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ലോങ് വർക്കിംഗ് അവേഴ്സിന് നല്ല കംഫർട്ട് കിട്ടുന്നുണ്ട്. മേജർ കംപ്ലൈന്റ്സ് ഒന്നും വന്നിട്ടില്ല എന്നാണ്. അത് കേട്ടപ്പോഴാണ് ഈ പഴയ ഫുട്ടേജ് എടുത്തിട്ട് പ്രോപ്പർ റിവ്യൂ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അങ്ങനെ ഇന്ന് നോക്കുന്നത് ഇന്നോവിൻ ജാസ് ഹൈപാക്ക് എർഗോണോമിക് ഓഫീസ് ചെയർ ആണ്. നെയിം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇത് നോർമൽ ചെയർ അല്ല, ലോങ് അവർ സിറ്റിംഗിന് വേണ്ടിയിട്ട് എർഗോണോമിക് ആയി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഓഫീസ് ചെയർ ആണെന്ന്. അൺബോക്സിംഗ് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ പാക്കേജിംഗ് ഡീസെന്റ് ആയിരുന്നു. പാർട്സ് എല്ലാം സെപ്പറേറ്റ് പാക്കിങ്ങിൽ സേഫ് ആയിട്ട് വന്നിരുന്നു. ഡാമേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബോക്സിനകത്ത് ചെയർ ബേസ്, വീൽസ്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ആംറെസ്റ്റ്, ബാക്ക് സപ്പോർട്ട്, ഹെഡ് റെസ്റ്റ് എല്ലാം നീറ്റ്ലി അറേഞ്ച്ഡ് ആയിരുന്നു. അസംബ്ലിങ്ങിന്റെ പ്രോസസ്സ് കോംപ്ലിക്കേറ്റഡ് ഒന്നും ആയിരുന്നില്ല. ഒരാൾക്ക് തന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയതായിരുന്നു. ഈ ഡിസൈനിങ് ആൻഡ് കംഫർട്ട് നോക്കിയാൽ ഫസ്റ്റ് ലുക്കിൽ തന്നെ ചെയറിന് ഒരു പ്രീമിയം ഓഫീസ് ലുക്കിന്റെ ഫീലിംഗ് ഉണ്ട്. ബ്ലാക്ക് കളർ സെറ്റപ്പ് ഏത് റൂമിലും പ്രൊഫഷണൽ ലുക്ക് തരുന്നതായിട്ട് തോന്നി. മെഷ് ബാക്ക് സപ്പോർട്ട് ഉള്ളത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം സ്വെറ്റിംഗ് കുറവായിരിക്കും. എസ്പെഷ്യലി കേരള ക്ലൈമറ്റിൽ അത് വളരെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്, ആം റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്, ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, റിക്ലൈനിങ് ഓപ്ഷനും ഉണ്ട്. അതായത് ഓരോരുത്തരുടെയും കംഫർട്ട് അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. എസ്പെഷ്യലി IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കോ എഡിറ്റിംഗ്, ഡിസൈനിങ്, കോഡിംഗ് പോലുള്ള ലോങ് സിറ്റിംഗ് ജോബ് ചെയ്യുന്നവർക്കോ ഒരു ഗുഡ് എർഗോണോമിക് ചെയർ എന്നത് ലക്ഷറി അല്ല കേട്ടോ, നെസസിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമ്മൾ മണിക്കൂറുകളോളം സെയിം പൊസിഷനിൽ ഇരിക്കുമ്പോൾ ബാക്ക് പെയിൻ, നെക്ക് പെയിൻ പോലുള്ള ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേസമയം ഒരു ഹോണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ചെയർസ് കമ്പയർ ചെയ്താൽ പ്രൈസ് കുറച്ച് കൂടുതലായിട്ട് തോന്നാം. പക്ഷേ ലോങ് ടൈം യൂസേജ് കൺസിഡർ ചെയ്താൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെയാണ്. ചീപ്പ് ചെയർ വാങ്ങി 2 വർഷം കൂടുമ്പോൾ മാറ്റുന്നതിനേക്കാൾ നല്ല ക്വാളിറ്റി ചെയർ വാങ്ങുന്നത് ബെറ്റർ ആണെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്നു കേട്ടോ. ഓവറോൾ പറഞ്ഞാൽ ലുക്സ് കൊണ്ടും കംഫർട്ട് കൊണ്ടും ലോങ് ടൈം ഡ്യൂറബിലിറ്റി കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്ന ചെയർ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാണാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.